ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെൻ്റെ അമ്മയിലെ പറമ്പിലാണ്. പിന്നെ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയാണ്, എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ പേരറിയാത്തൊരു കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പേര് പറഞ്ഞു തരാണ്. നിവേദ്യ എന്ന് അടിച്ചു കൊടുത്താൽ മതി. നിവേദ്യ നവീൻ അടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പം നമുക്ക് പറമ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ കണ്ടോ മാങ്ങ മരം, മാങ്ങ മരമാണ്. നല്ല രസമുണ്ട് കേട്ടോ. എപ്പോഴും എൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നവനാണ് ഇവൻ. പിന്നെ ഇവിടെ ഒരു മരത്തെ പേരെനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിൽ വെള്ളയും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ബ്ലാക്ക് കുരൂസ് ഉണ്ടാവും. അതപ്പോൾ വെള്ളം വെച്ചിട്ട് ആ കുരു തുപ്പിക്കളഞ്ഞാൽ മതി. ഗൈസ്, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലം വെച്ച് ഇവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് കാട്ടിത്തരാം. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അടുത്തടുത്തായിട്ടാണ് ഇവിടെ കുറേ സ്ഥലത്തങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രസമായിരിക്കും. ഓരോ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവരുടെ പറമ്പിൽ കൂടെ വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നല്ല രസമായിരിക്കും അത്. അപ്പോൾ നമുക്ക് നല്ല കോമഡികളൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല മുളകൊക്കെ ഉണ്ട്. പച്ചമുളക് കേട്ടോ. ഇതൊക്കെ എടുത്ത് കഴിച്ചാൽ മനുഷ്യൻ്റെ പാടടങ്ങുന്നുള്ളൂ. നല്ല ഇതിലാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ താഴോട്ട് നോക്കിയാൽ തോടാണ്. അതെന്താന്ന് വെച്ചാൽ അമ്മ വീടായതുകൊണ്ട് അവിടെ തോടുണ്ട്. പിന്നെ അപ്പുറത്ത് നല്ല പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ അതിൽ കൂടെ പോയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തോ ഒരു ഷൂട്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ പറഞ്ഞത്. ഞാൻ കാട്ടി തരും. ഇങ്ങോട്ട് വാ. സോറി, പോയി ഇങ്ങോട്ട് വാ. അയ്യോ, കാലം മുഴുവൻ മണ്ണായി. നമ്മുടെ ചക്ക കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കാട്ടോ. ഇത് കുഞ്ഞാണിത്. അപ്പൊ നമ്മൾ അടുത്ത സ്പെഷ്യലായിട്ട് കാണിക്കാന്നോ പിന്നെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു തരാം. അത് ലാസ്റ്റ്, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. അവിടെ ഒരാളെ കണ്ടോ, നിശബ്ദരായി നിൽക്കുന്ന ഒരാള്. അതെന്റെ മുറ്റത്തിനാണ്. പനി വന്നാലും ജലദോഷം വന്നാലും മഴയാണെങ്കിലും എപ്പോഴും പറമ്പി വരും. എന്താണെന്നറിയോ, മുത്തശ്ശി പറമ്പി വിട്ട് പോകാൻ ഇഷ്ടമല്ല. ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചാ ഇവിടെ തന്നെ കിടന്നും കഴിച്ചു തുടങ്ങിക്കോളാൻ. കാരണം അതുപോലെ തന്നെയാണ്. ഒരു മണിക്കൂർ പോലും വീട്ടിലിരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ പുറത്ത് പോകും, ഒന്നെങ്കിൽ ഇവിടെ വരും. ഇതാ കുഴപ്പം. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്നും എനിക്കറിയില്ല. ഇതുണ്ടോ, കുഞ്ഞു പംകിനാണ് ഇവിടെ. ഇതിൻ്റെ ലാസ്റ്റ് എന്താ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ സാധനമാണേ. അത് കാട്ടിത്തരാണ് ഞങ്ങൾ. ഇത് കണ്ടോ, എന്താ മരം? ആ മരം തന്നെയാണ്. നമ്മൾ അവിടെ ഒരു മരം കണ്ടില്ലേ, ആ മരം തന്നെയാണ് ഇത്. അപ്പോൾ വേറെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിൽക്കണില്ല, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. ഞാൻ സ്പെഷ്യൽ സാധനം കറി കണ്ടോ, അത് വലിയ പംകിനാണ്. അത് നമ്മുടെ ഹലോവീൻസിനൊക്കെ കാണാൻ പറ്റുന്നേ. നല്ല വലിയ പഞ്ചായോ എടുത്തിട്ട് പോലും പൊങ്ങാൻ കേട്ടോ. ഭയങ്കര ഹെവിയാണത്. 100 കിലോഗ്രാമൊക്കെ എന്തായാലും ഉണ്ടാവും. 100 കിലോ എന്തായാലും. എന്തൊരു പ്ലാന്റാണ്, കപ്പങ്ങയാണോന്ന് എനിക്കറിയില്ല. കപ്പങ്ങായിരിക്കാം. പിന്നെ തല എനിക്ക് വീഴല്ലേ ഗൈസ്. ഞാനിവിടെ പിടിച്ചില്ലെങ്കിൽ തല എനിക്ക് കണ്ടോ ഗൈസ്. ഇവിടെ ഒരു പേരക്ക മരമുണ്ട്. ഇതിൻ്റെ ഹൈറ്റിന് അത്രേ ഉള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് കൈയൊക്കെ തൊടാൻ പറ്റും. പക്ഷെ കുഞ്ഞിലാണ്ട് എനിക്കത് കുത്തൂലുണ്ട് ഇവിടെ. ഇതാണ് ഒരു പേരക്ക മരം. എപ്പോഴും പേരക്ക ഞാനിവിടെ വരാറുള്ളതാണ്. പിന്നെ വെച്ചിട്ടുണ്ടോ ഈ മരം സ്പെഷ്യൽ മരമാണ്. ഈ മരത്തിൻ്റെ പേരറിയാം. പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
മരമുണ്ട്. ചീര ഇഷ്ടമുള്ളവരൊക്കെ